ശബ്ദ സംവിധാനത്തിലെ തകരാറ് പരിഹരിക്കാത്തത് കാരണമായിരുന്നു ഇന്ന് നാടക മത്സരവേദിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പ്രതിഷേധമുണ്ടായത്. നാടക പ്രവർത്തകർ വേദിക്ക് മുന്നിൽ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തകരാറ് പരിഹരിക്കാനാവാത്തതുകൊണ്ടാണ് നാടക മത്സരം പൂജപ്പുര മൈതാനത്തേക്ക് മാറ്റിയത്. പ്രശസ്ത നാടക പ്രവർത്തകയും സിനിമാ താരവുമായ സേതുലക്ഷ്മി ഏഷ്യനെറ്റ് ന്യൂസിനു വേണ്ടി നാടക മത്സരവേദിയിലെ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരായുസിന്റെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു സേതുലക്ഷ്മിക്ക് കുട്ടികളുടെ നാടക മത്സരവേദിയിലെ കാഴ്ചകൾ. 45 അരങ്ങോർമ്മകളുടെ കടലിരമ്പവുമായി സേതുലക്ഷ്മി ചേച്ചി കലോത്സവ നാടക മത്സരവേദിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറായി. ശബ്ദ സംവിധാനത്തിലെ തകരാറ് കാരണം പതിവ് പോലെ വേദിയിൽ പ്രതിഷേധം തുടങ്ങി. കുട്ടികളുടെ നാടക മത്സരത്തിൻ്റെ ഒരു റിപ്പോർട്ടറായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കുട്ടികൾ പെർഫോം ചെയ്ത് വളരെ നന്നായിരുന്നു. ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. കൊച്ചുകുട്ടികളുടെ നാടകമാണെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും അങ്ങ് തട്ടിക്കളയരുത്. ആ കൊച്ചു കുട്ടികളിൽ നിന്ന് വലിയവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ പിന്നണിയിലേക്ക് എനിക്ക് സന്തോഷമാണെങ്കിൽ പോലും എൻ്റെ കണ്ണുകൾ നിറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കർട്ടൻ സെറ്റുകാർ കർട്ടൻ കൊണ്ടുപോകണത്, പ്രോപ്പർട്ടി കൊണ്ടുപോകണത്, ഞങ്ങൾ സഹായിക്കും, കൂടെ സഹായിക്കും. ഇതെല്ലാം കൊച്ചുകുട്ടികൾ. ഇവരിതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ നാടകം ഞാൻ ഓർമ്മിക്കുന്നു. ഒടുവിൽ സഹികെട്ട് ശബ്ദം നന്നാക്കുന്ന ജോലി നാടക പ്രവർത്തകർ ഏറ്റെടുത്തു. ഞങ്ങൾ ഏൽപ്പിച്ച ന്യൂസ് റിപ്പോർട്ടർ പണി തൽക്കാലം വിട്ട് സേതുലക്ഷ്മി ചേച്ചിയും പഴയ നാടകക്കാരിയായി അവർക്കൊപ്പം കൂടി. ഈ നാടകം അവതരിപ്പിക്കാൻ വന്ന കുട്ടികളും കാണാൻ വന്ന കാണികളും കാണിക്കുന്ന ആത്മാർത്ഥത ഇതിൻ്റെ സംഘാടകരും കാണിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ് ടീമിന് വേണ്ടി സേതുലക്ഷ്മി.